ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അദീനാസ് എൻക്ലേവ്. ഇന്ന് നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ആദ്യം അത് മാരിനേഷൻ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ കാഷ്യൂസും അതുപോലെ തന്നെ പീനട്ട്സും ഉപ്പില്ലാത്തതാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ, റോസ്റ്റഡ് അല്ല ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തു, ഒരു 1/2 സ്പൂണോളം. ദെൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂസും പീനട്ട്സും ചേർത്ത് കൊടുത്ത് ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർക്കാം. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, നല്ല ജീരകത്തിൻ്റെ. ഞാനിവിടെ മുഴുവൻ ജീരകമാണ് ഇട്ടേക്കുന്നത്, 1 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും 1/2 സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സോട്ട് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 4-5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. നന്നായി വെന്ത് വരണം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കണം. ഞാനിത് നന്നായി ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി സെയിം കടായിലേക്ക് ഇത് പകർത്തി കൊടുക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആ മിക്സർ ജാറിലേക്ക് ഒഴിച്ച് അത് കൂടി കഴുകി ഇതിലേക്ക് ഒഴിക്കാം. ഓൾമോസ്റ്റ് 1 ഗ്ലാസ് 1.25 ഗ്ലാസ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 സ്പൂൺ പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുത്തു. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ 5 to 10 മിനിറ്റ്സ് ഇരുന്നൊന്ന് തിളച്ച് വരണം. അവസാനം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബട്ടർ ചിക്കൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.